ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1-ാം തീയതി അല്ലേ, 2026 1-ാം തീയതി രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പൊ അന്ന് കുഞ്ഞു വിശേഷമല്ല, ഇന്ന് ഇത്തിരി കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. എങ്ങനെ കുറച്ചാലും എനിക്ക് വിശേഷം മുഴുവൻ പറയാൻ പറ്റൂല. അപ്പൊ ഞാനിത് മാക്സിമം കുറച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും പുറത്തൊരു അടുപ്പുണ്ടാക്കണം. അപ്പൊ ഞാൻ എന്തായാലും വേണ്ടിയില്ല കരുതിയിട്ട് 2025 ലാസ്റ്റ് നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ കുറെ പണികൾ ഉണ്ടെന്ന്, അതിൽപ്പെട്ട ഒരു പണിയാണ് കേട്ടോ. അപ്പൊ ഞാനിതാ ഒരു അടുപ്പ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് വീടൊക്കെ ആദ്യം പൊളിച്ചുണ്ടാക്കുമ്പോഴുള്ള ഹോളോ ബ്രിക്സ് കാര്യങ്ങൾ കുറെ സിമെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ തേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വെറുതെ അവിടെ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരടുപ്പുണ്ടാക്കണം, അത് ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ കരുതുട്ടോ. അങ്ങനെ ആ അടുപ്പ് ഉണ്ടാക്കണ വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ ആ ഒരു ഹോളോ ബ്രിക്സ് ഒക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചുകൊണ്ട് ചെരിച്ച് നമുക്ക് പടുക്കാൻ പറ്റൂല, അതിന് സിമെന്റിന്റെ ഇതുണ്ടായതുകൊണ്ട് അങ്ങനെ അട്ടിക്ക് വെച്ചുകൊണ്ട് പിന്നെ ചുറ്റിലും വെച്ചിട്ട് പിന്നെ ഉള്ളില് മണ്ണ് കുറെ കല്ലുപൊടികളൊക്കെ ഇട്ടുകൊണ്ട് നിറച്ച് പിന്നെ ഇരുമ്പിന്റെ അടുപ്പ്. ഈ അടുപ്പ് ഞാൻ എപ്പോഴും ഇവിടെ പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഇങ്ങനെ പുറത്ത് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ തീ കത്തിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാന്? കാര്യമായിട്ട് ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളം ചൂടാക്കുക, അതിനൊക്കെ നമുക്ക് മെയിനായിട്ട്. പിന്നെ പത്തിരി ചുടുമ്പോ ഒക്കെ നല്ല രസമാണല്ലോ പുറത്ത് നിന്നിട്ട്. ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് അതിങ്ങനെ താഴെ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് തോന്നിയത് ഇത് നിന്നിട്ടുണ്ടാക്കിയാലോ എന്ന് തോന്നി. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ, ഞാനും എന്റെ മക്കളൊക്കെ ഉണ്ട് സഹായത്തിന്. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ഈ ഒരു പരിപാടി കേട്ടോ. ചോറൊന്നും വെച്ചിട്ടുണ്ടായില്ല. ചോറ് വെക്കാൻ നിന്നാ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ഒരു ദിവസം ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് ഇത് പടവ് ചെയ്തത്. മണ്ണൊക്കെ ഇട്ട് നിറച്ച്. അന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഒന്നും കരുതിയിട്ടുണ്ടായില്ല. പിന്നെ എന്നോട് പിറ്റേന്ന് പറഞ്ഞ് പണിയെടുക്കുമ്പോ നമുക്കിത് വീഡിയോ എടുത്താലോ, അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു കാര്യമല്ല കരുതിയിട്ടാണ് അന്നേരം വീഡിയോ എടുക്കാഞ്ഞത്. കല്ലേറ്റി കൊണ്ടല്ലും ഇടലും. അപ്പൊ നമ്മള് ഷോളൊക്കെ ഇങ്ങനെ കെട്ടി തലയിലൊക്കെ കെട്ടി കൂട്ടിയിട്ടൊക്കെ അല്ലേ ഉണ്ടാവുക കരുതിയിട്ട്. അങ്ങനെ നമ്മളെ അടുപ്പ് നമ്മള് സിമെന്റ് ഒക്കെ കുഴച്ചുകൊണ്ട് ഇങ്ങനെ വാരി എറിഞ്ഞ് പിന്നെ ചട്ടക്കെട്ട് കണ്ട് നിരപ്പാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു അടുപ്പ് ഉണ്ടാക്കിയത്. അങ്ങനെ എന്റെ ആഗ്രഹം സാഫല്യമായിട്ടുണ്ട്. പിന്നെ 9 ദിവസം ഞാൻ നന്നായിട്ട് നനച്ചു, തുണിയൊക്കെ ഇട്ടിട്ടോ. പിന്നെ 9 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 ദിവസം ഇത് ഇങ്ങനെ 2 ദിവസം തന്നെ ഞായറാഴ്ച വരെയാണ് നനച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം അത് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞുണങ്ങട്ടെ എന്ന് കരുതി ഇന്നാണ് പാല് കാച്ചൽ. ഇന്ന് ന്യൂ ഇയർ ആണല്ലോ, ഇന്ന് 1-ാം തീയതി. അപ്പൊ ഇന്ന് എന്തായാലും നല്ല ദിവസം, വെള്ളിയാഴ്ച രാവാണ്. അപ്പൊ നമുക്ക് പാല് കാച്ച. ഇപ്പൊ ഞാൻ ഇത് അടുപ്പുണ്ടാക്കുമ്പോ ഒക്കെ ഈ ഞങ്ങളെ വീട്ടിനടുത്തുള്ള അമ്മമ്മയാണ് കേട്ടോ. അപ്പൊ എന്റെ സ്വന്തം നമ്മളെ അമ്മാനെ പോലൊക്കെ തന്നെയാണ്. ഉമ്മയുണ്ട്, ഉമ്മക്ക് വീഡിയോയിൽ ഇങ്ങനെ വരാൻ മടിയായിട്ടാണ് മാറിക്കണത്. അപ്പൊ വീഡിയോയില് നിക്കാൻ ഇഷ്ടമാണ് ഈ അമ്മയ്ക്ക് കേട്ടോ. അമ്മ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഏതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മയൊക്കെ കൂടിയിട്ട് ഞങ്ങളിതാ പാല് കാച്ചാണ്. അടിപൊളിയായിട്ടോ, ഭയങ്കര സന്തോഷം. നന്നായിട്ട് കത്തി, ഒറ്റ തീ കൊടുക്കലിന് തന്നെ അടുപ്പിൽ കത്തി നല്ല സൂപ്പറായിട്ട് കത്തുണ്ട്. അപ്പൊ നമ്മളെ ഒറ്റയ്ക്കുണ്ടായ അടുപ്പ കുറെ അതിന് പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് കത്തിയാ മതിയല്ലോ. പിന്നെ 2 അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരടുപ്പേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടാ. നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം. അപ്പൊ തന്ന് രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് പാല് കാച്ചാണ്. പാലിത് പൊന്തിയിരുന്നേ, പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒക്കെ തൂവിക്കണ്. നമ്മള് പാലൊക്കെ ഉഷാറായിട്ട് വീട് കൂടലിന് കഴിഞ്ഞതാണ് കേട്ടോ, കാച്ചി കഴിഞ്ഞതാണ്. എന്നാലും ഒരു രസം. നമ്മളെ വർക്ക് ഏരിയയിലുണ്ടല്ലോ ഭയങ്കര പുക വരും, തീ കത്തിച്ചാല് അകത്തേക്ക് പുക ഒന്നായിട്ട് വരും. അപ്പൊ ആ ഒരു കാരണത്താൽ ഞാൻ ഇപ്പൊ ഉള്ളിൽ തീ പിടിപ്പിക്കാറേ ഇല്ല കേട്ടോ. ഈ ഒരു ഇരുമ്പെടുപ്പ് വാങ്ങിയിട്ട് അത് ഞാൻ താഴെ ഇങ്ങനെ മുറ്റത്ത് വെച്ചിട്ടൊക്കെയാണ് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്, മഴയൊന്നും ഇല്ലാത്തപ്പോ. ഇപ്പൊ ഇങ്ങനെ ഒരു സെറ്റായി, ഇപ്പൊ അടിപൊളിയായി, നല്ല സെറ്റപ്പായി. നീ നോമ്പിനിക്ക് പത്തിരിയൊക്കെ ചൂടാ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് റെഡിയാണ്. പിന്നെ വെള്ളം തണുപ്പാകുമ്പോ വെള്ളം ചൂടാക്കുക, ചോറ് വേണമെങ്കിൽ വെക്കുക, അങ്ങനൊക്കെ നമുക്ക് എല്ലാം ചെയ്യാം. അപ്പൊ നമ്മുടെ അടുപ്പ് സൂപ്പറായി. പാലൊക്കെ മധുരട്ടിട്ട് എല്ലാവർക്കും കൊടുത്തു. ഇപ്പുറത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാൻ കൗതുകത്തോടെ മക്കളും നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ചേച്ചി ഇളച്ചിയും ഒക്കെ ഉണ്ട്. അപ്പൊ ന്യൂ ഇയറും 2026 ആയിട്ട് ഒരു പുതിയ തുടക്കമാണത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവര് തീർച്ചയായിട്ടും മടിച്ചു നിൽക്കാതെ ഉണ്ടാക്കട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ തീർച്ചയായിട്ടും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ.